ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെ മൂന്നാമതായിട്ട് 50 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ഭ്രമയുഗം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതിയായിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ 50 കോടി നേട്ടത്തോടെ മമ്മൂട്ടി മറ്റൊരു നേട്ടം കൂടി സമീപകാലത്ത് സ്വന്തമാക്കുകയുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് 3 വർഷങ്ങളിൽ 50 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത മോളിവുഡ് നടൻ. 2022 മമ്മൂട്ടിയുടെ ആദ്യ 50 കോടി മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടത്. ആദ്യത്തെ 50 കോടി ഭീഷ്മപർവം എന്ന സിനിമയിലൂടെ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ 50 കോടി നേട്ടം കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെയായിരുന്നു. ഇപ്പോഴത്തെ മൂന്നാമത്തെ 50 കോടിയാണ് ഭ്രമയുഗം എന്ന സിനിമയിലൂടെ മമ്മൂട്ടി നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ തുടർച്ചയായിട്ട് 3 വർഷങ്ങളിലാണ് മമ്മൂട്ടിക്ക് 50 കോടി സിനിമകൾ പിറന്നത്. ഇപ്പോഴത്തെ അതുപോലൊരു നേട്ടമാണ് സൗബിൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. തുടർച്ചയായി 3 വർഷങ്ങളിലും സൗബിന് 50 കോടി നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. കരിയറിലെ തന്നെ ആദ്യത്തെ 50 കോടി നേടിയെടുത്ത സിനിമ മമ്മൂട്ടി നായകനെ എത്തിയ. ഒപ്പം തന്നെ സൗബിൻ വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ ഭീഷ്മപർവം എന്ന സിനിമയിലൂടെയാണ് 2022 ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സൗബിന്റെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി നേട്ടം പിറന്നത് കഴിഞ്ഞ വർഷം രോമാഞ്ചം എന്ന സിനിമയിലൂടെയായിരുന്നു. 69 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ 50 കോടിയാണ് സൗബിൻ തന്നെ നിർമ്മിച്ച സൗബിൻ വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ മഞ്ഞുമൽ ബോയ്സിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ സൗബിന്റെ ഒരു വളർച്ചയും കഴിഞ്ഞ 3 വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ ഇതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മോളിവുഡിലെ 2 നടന്മാരുടെ 3 വർഷങ്ങളുടെ നേട്ടമാണല്ലോ ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. വിനീതിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രണവ്, ധ്യാൻ, കല്യാണി, നിവിൻ പോളി തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന സിനിമയിലെ ആദ്യ വീഡിയോ ഗാനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മധുപകരു എന്ന വരികളിൽ തുടങ്ങുന്ന വീഡിയോ ഗാനമാണ്. പ്രണവിനെ ഉടനീളം കാണാനായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹൃദയത്തിലെ ഗാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാതെ നോക്കുകയാണെങ്കിൽ മോശമല്ലാത്തൊരു ഗാനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സിനിമ ഏപ്രിൽ മാസം 11-ന് തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം അപ്ഡേറ്റുകൾ കേട്ട്.